ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടൺ അമർത്തി റിയൽ ടൈം വീഡിയോ അപ്ഡേറ്റ്സ് ലഭ്യമാക്കുക. നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാഡമി വിത്ത് കെമിസ്ട്രി ഇൻ ഡീറ്റെയിൽ. മൈസെൽഫ് ആനി സ്മിത. ഇന്ന് നമ്മൾ സൊല്യൂഷൻസ് എന്ന യൂണിറ്റിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ബെൻസോയിക് ആസിഡ് required for preparing 250 ml of 0.15 molar solution in methanol. അപ്പോൾ ചോദ്യം ഇതാണ്, ബെൻസോയിക് ആസിഡിൻ്റെ എമൗണ്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബെൻസോയിക് ആസിഡ് സൊല്യൂട്ടാണ് ഇവിടെ. 250 ml of 0.15 molar solution in methanol. 250 ml 0.15 മോളാർ കോൺസെൻട്രേഷനുള്ള മെഥനോൾ സൊല്യൂഷനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. സൊല്യൂട്ട് ബെൻസോയിക് ആസിഡ് ആണ്. അപ്പോൾ ഈ 250 ml 0.15 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ബെൻസോയിക് ആസിഡിൻ്റെ മാസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് റെക്കോർഡ് ചെയ്യാം. നമ്മുടെ സൊല്യൂട്ട് ബെൻസോയിക് ആസിഡ് ആണെന്ന് മനസ്സിലായി. C6H5COOH. നമുക്കിതിൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് അറിയില്ല. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് ദി സൊല്യൂഷൻ തന്നിട്ടുണ്ട് 250 ml. പിന്നെന്താണ് തന്നിരിക്കുന്നത്? മൊളാരിറ്റി തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. മൊളാരിറ്റി 0.15 മോളാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി മൊളാരിറ്റിയുടെ ഇക്വേഷനിലേക്ക് നമുക്കുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? Number of moles of solute by volume of solution in liters. Molarity is equal to W given mass by molar mass. Volume 250 ml ആണ്. നമുക്കിത് ലിറ്റേഴ്സിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? 250 by 1000. ഇവിടെ നമുക്ക് ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. 0.15 മോളാർ നമുക്ക് തന്നിട്ടുള്ളതാണ്. W അറിയില്ല. M നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് M കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ബെൻസോയിക് ആസിഡിൻ്റെ ഫോർമുല അറിയാം അല്ലേ? C6H5COOH. മോളാർ മാസ് എങ്ങനെ കാണും? 6 × 12 കാർബണിൻ്റെ ആറ്റമിക് മാസ് പ്ലസ് ഹൈഡ്രജൻ്റെ 1 5 × 1 പ്ലസ് കാർബൺ എഗിൻ 12 പ്ലസ് ഓക്സിജൻ 2 ഓക്സിജൻ അപ്പോൾ 16 × 2 പ്ലസ് 1. അപ്പോൾ എന്ത് കിട്ടും? 122. അപ്പോൾ മോളാർ മാസ് 122 എന്ന് കിട്ടി. അപ്പോൾ 0.15 is equal to W by 122 divided by 0.25. ഇനി നമുക്ക് അറിയാൻ പാടില്ലാത്തത് W മാത്രമേ. അപ്പോൾ W is equal to 0.15 into 0.25 into 122 is equal to, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4.575 gram. So this is the mass of the solute. 4.575 gram. അടുത്ത ക്വസ്റ്റ്യൻ, calculate the depression and freezing point of water when 10 gram of CH3CH2CHCl COOH is added to 250 gram of water.
acid dissociation constant Ka is equal to 1.4 into 10 raised to minus 3. Kf is equal to 1.86 Kelvin kilogram per mole. അപ്പോൾ നമുക്ക് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിന്റ് ആണ് കാണേണ്ടത്. ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതി നോക്കണം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. ഇവിടെ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഇങ്ങനെ എഴുതിയാൽ പോരാ, കാരണം നമുക്കിവിടെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ പുതിയ ഇക്വേഷൻ എങ്ങനെയാണ്? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. അപ്പോൾ നമുക്കിവിടെ അറിയില്ലാത്തൊരു കാര്യം എന്താണ്? ഐ അറിയില്ല, കെ എഫ് തന്നിട്ടുണ്ട്, മൊളാലിറ്റി നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. കാരണം സൊല്യൂട്ടിൻ്റെ മാസ് 10 gram of CH3, CH2, CHCl, COOH is added to 250 gram of water. സോൾവെൻറ്റിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട്, സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ ഫോമുല തന്നിട്ടുണ്ട്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോൾ ഡെൽറ്റ ടി എഫും ഐയും മാത്രമാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ ഐ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ടി എഫ് കണ്ടെത്താം. അപ്പോൾ ആദ്യം എം കാണാം. അതിനു വേണ്ടിയിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് ആദ്യം കാണാം. CH3, CH2, CHCl, COOH. 12 plus 3 15 plus അടുത്ത സെഗ്മെൻറ്റ് 12 plus 2 14 plus 12 plus 1 13 plus Cl 35.5 plus carbon again plus 12 plus 2 oxygen 16 plus 16 32 plus 1. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? is equal to 122.5 gram. നിങ്ങൾ ടീച്ചറുടെ ഒപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ 122.5 gram എന്ന് കിട്ടും നമുക്ക് ഇതിൻ്റെ മോളാർ മാസ്. അപ്പോൾ മൊളാലിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. മൊളാലിറ്റി ഇസ് ഈക്വൽ ടു 10 gram ആണ് നമ്മുടെ സൊല്യൂട്ടിൻ്റെ മാസ് തന്നിരിക്കുന്നത്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 122.5 by mass of the solvent in kilogram. അല്ലേ? മാസ് ഓഫ് ദി സോൾവെൻറ്റ് തന്നിരിക്കുന്നത് 250 gram ആണ്. അപ്പോൾ 250 by 1000 എത്ര കിട്ടും? മൊളാലിറ്റി 250 by 1000. It will be equal to 0.3264 മോളാൽ. ഇതാണ് നമ്മുടെ മൊളാലിറ്റി. 0.3264 മോളാൽ. കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ ടീച്ചറുടെ ഒപ്പം? ഇപ്പം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടി. C is equal to 0.3264 m. ആൽഫയാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്കിൽ സൊല്യൂട്ട് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് നോക്കാം. CH3, CH2, CHCl, COOH. ഇതാണ് നമ്മുടെ സൊല്യൂട്ട്. ഇത് CH3, CH2, CHCl, COO മൈനസ് പ്ലസ് H പ്ലസ്. ഇങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയത്തിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കാം. നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആണ്. ഡിസോസിയേറ്റ് ചെയ്യോ ഇനീഷ്യലി? ഇല്ല. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോസിയേറ്റഡ് അയോൺസ് ഇസ് 0. ഇക്വിലിബ്രിയത്തിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നത് എത്രയാണ്? ആൽഫയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്കിൽ C ഇൻറ്റു ആൽഫ ആയിരിക്കും
ഡിസോസിയേറ്റ് ചെയ്യുന്നത്. -C ആൽഫ എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ കുറയുന്നത് കൊണ്ടാണ്. ഈ C ആൽഫ ഇവിടെ കുറയുന്നത് കൊണ്ടാണ് -C ആൽഫ എന്ന് എഴുതിയത്. ഇനി ഈ ഡിസോസിയേറ്റഡ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? C ആൽഫ. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഈ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഈക്വിലിബ്രിയത്തിൽ ചെയ്തതാണ്. ഇനി റിമൈനിങ് കോൺസെൻട്രേഷൻ ആണ് നമുക്ക് വേണ്ടത്. -C ആൽഫ അല്ലെങ്കിൽ C ആൽഫ കുറഞ്ഞു അല്ലേ, ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ റിമൈനിങ് അൺഡിസോസിയേറ്റഡ് അയോൺസ് എത്രയായിരിക്കും? C - C ആൽഫ. ഇവിടെ ഡിസോസിയേറ്റ് ചെയ്തത് C ആൽഫ തന്നെയാണ്. ഇനി ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി ഡിസോസിയേറ്റഡ് അയോൺസ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി അൺഡിസോസിയേറ്റഡ് ആസിഡ്. അപ്പോൾ അൺഡിസോസിയേറ്റഡ് ആസിഡിൻ്റെ കോൺസെൻട്രേഷനാണ് C - C ആൽഫ. ഡിസോസിയേറ്റ് ചെയ്ത അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് C ആൽഫ ആൻഡ് C ആൽഫ. അപ്പോൾ നമുക്ക് അത് ഇക്വേഷൻ ആയിട്ട് എഴുതാം. Ka is equal to C alpha into C alpha divided by C into 1 minus alpha. C നമ്മൾ കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു. C minus C ആൽഫയിൽ നിന്നും C കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തിട്ട് C into 1 minus alpha എന്ന് എഴുതി. ഒരു C നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്ന് നമുക്ക് കിട്ടി. ഈ ആൽഫ ഇസ് വെരി ലെസ്. ആൽഫ ഇസ് വെരി മച്ച് ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ നിന്നും ആൽഫ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Ka is equal to C alpha square. Ka is equal to C alpha square. Ka നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Ka is equal to C alpha square എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. Ka ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 1.4 into 10 raised to minus 3. 1.4 into 10 raised to minus 3 is equal to C into alpha square. C നമ്മൾ കണ്ടുപിടിച്ചതാണ് മൊളാലിറ്റി. 1.4 into 10 raised to minus 3 is equal to 0.3264 into alpha square. അപ്പോൾ alpha square is equal to 1.4 into 10 raised to minus 3 divided by 0.3264. ഇതാണ് ആൽഫ സ്ക്വയർ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ, എത്ര കിട്ടും? ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു വാല്യൂ നമുക്ക് 0.00428 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 0.00428 which is equal to 0.065. ഇതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല. പ്രോബ്ലം കഴിയണമെങ്കിൽ നമുക്ക് ഐ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഐ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടി. ഇനി ഈ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷനും ബിഫോർ ഡിസോസിയേഷനും കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒന്നുകൂടെ നമുക്ക് ആ ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ് ചെയ്യണം. CH3 CH2 CH Cl COOH dissociates into CH3 CH2 CH Cl COO minus plus H plus. ഇനി നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിലാണ് പറയുന്നത്. ഇനീഷ്യലി 1 മോൾ, ഇവിടെ 0 മോൾസാണ് ഇനീഷ്യലി. ആൽഫയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ആൽഫ ഡിസോസിയേറ്റ് ചെയ്തു ഇക്വിലിബ്രിയത്തിൽ. ഇവിടെയോ? ഇവിടെ ആൽഫ അയോൺസ് ഫോം ചെയ്തു. ഇനി
റിമൈനിങ് അയോൺസ് എത്രയായിരിക്കും? 1 ആയിരുന്നല്ലോ ഇനീഷ്യൽ. അപ്പോൾ ആൽഫ പോയി കഴിഞ്ഞാൽ റിമൈനിങ് നമ്പർ ഓഫ് അയോൺസ് 1 മൈനസ് ആൽഫ. ഇവിടെ ആൽഫ ആൻഡ് ആൽഫ. ഇനി നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ. ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ്? 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ. 1 മൈനസ് ആൽഫയാണ് റിമൈനിങ് നമ്പർ ഓഫ് മോൾസ് ഓഫ് അൺഡിസോസിയേറ്റഡ് ആസിഡ്. ഇത് ഡിസോസിയേറ്റ് ചെയ്ത ആസിഡിൻ്റെ എണ്ണം. അപ്പോൾ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ. അപ്പോൾ ഒരു മൈനസ് ആൽഫയും ഒരു പ്ലസ് ആൽഫയും ക്യാൻസലായി. അപ്പോൾ എത്ര കിട്ടും? 1 പ്ലസ് ആൽഫ ഇസ് ദി നമ്പർ ഓഫ് അയോൺസ് ആഫ്റ്റർ ഡിസോസിയേഷൻ. ഇനി ബിഫോർ ഡിസോസിയേഷൻ എന്തായിരുന്നു? ബിഫോർ ഡിസോസിയേഷൻ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ I is equal to number of ions after dissociation നമുക്ക് 1 പ്ലസ് ആൽഫ എന്ന് കിട്ടി. ബിഫോർ ഡിസോസിയേഷൻ 1 ആയിരുന്നു. അപ്പോൾ I is equal to 1 പ്ലസ് ആൽഫ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ആൽഫ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? 1 പ്ലസ് 0.065. അപ്പോൾ I എത്ര കിട്ടി? 1.065. ഇനി നമുക്ക് നമ്മുടെ ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു I ഇസ് ഈക്വൽ ടു I ഇൻറ്റു കെ എഫ് ഇൻറ്റു എം ആണ്. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടി. I 1.065, 1.86 ആണ് നമ്മുടെ കെ എഫ് ഇൻറ്റു മൊളാലിറ്റി 0.3264 ആയിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ എത്ര കിട്ടും? നമ്മുടെ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 0.65 കെൽവിൻ. ഇതാണ് നമ്മുടെ ഡിപ്രഷൻ. The major components of air are oxygen and nitrogen with approximate proportion of 20% to 79% by volume at 298 Kelvin. അതായത് ഓക്സിജനും നൈട്രജനുമാണ് എയറിൻ്റെ മേജർ കമ്പോണൻസ്. ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 20%, നൈട്രജൻ്റെ പെർസെൻറ്റേജ് 79% ആണ്. എയറിലെ കോമ്പോസിഷനാണ് പറയുന്നത്. The water is in equilibrium with air at a pressure of 10 atmosphere. വാട്ടറിൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള എയറുമായിട്ടുള്ള പ്രഷർ 10 atmosphere എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ P total is equal to 10 atmosphere ആണ്. If Henry's law constant for oxygen and nitrogen are 3.30 into 10 raised to 7 mm and 6.51 into 10 raised to 7 mm. നമുക്ക് രണ്ട് ഗ്യാസസിൻ്റെയും ഹെൻറീസ് ലോ കോൺസ്റ്റൻസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി കോമ്പോസിഷൻ ഓഫ് ദീസ് ഗ്യാസസ് ഇൻ വാട്ടർ. വെള്ളത്തിലുള്ള ഈ രണ്ട് ഗ്യാസസിൻ്റെയും മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കുന്നത്. ഹെൻറീസ് ലോ നമുക്കറിയാം. പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. അപ്പോൾ നമുക്കിവിടെ ഓരോരുത്തരുടെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ മോൾ ഫ്രാക്ഷനാണ് കാണേണ്ടത്. എവിടെ? വാട്ടറിൽ ഇവരുടെ മോൾ ഫ്രാക്ഷൻ എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എയറിലുള്ള പാർഷ്യൽ പ്രഷർ കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പി ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് MM-ലാണ് തന്നിരിക്കുന്നത്. അതായത് MM മെർക്കുറിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 10 atmosphere എന്നുള്ളത് നമ്മൾ MM-ലേക്ക് മാറ്റണം. 1 atmosphere is equal to 760 mm mercury. അറിയാമല്ലോ അത്. അപ്പോൾ ഈ 10 atmosphere-നെ നമ്മൾ MM മെർക്കുറിയിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും? 10 into 760, that is equal to 7600 mm. അതാണ് നമ്മുടെ പ്രഷർ, ടോട്ടൽ പ്രഷർ. ഇനി ഓരോരുത്തരുടെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം?
20%ഉം 79% എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ PO2 will be equal to 20/100 of 7600. എത്ര കിട്ടും? 20/100 into 7600 is equal to 1520 mm mercury. ഇനി ഇതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാം. എത്രയാണ്? 79/100 into 7600. ദാറ്റ് ഈസ് ഈക്വൽ ടു, കാൽക്കുലേറ്റ് ചെയ്തോളൂ, 6004 mm മെർക്കുറി. ഇനി ഹെൻറീസ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PO2 is equal to KH into KO2. നമുക്ക് KO2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, വാട്ടറിലുള്ള മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 1520 is equal to KH ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.30 into 10⁻⁷ mm മെർക്കുറി ഇൻറ്റു KO2. അത് നമുക്കറിയില്ല. അപ്പോൾ KO2 is equal to 1520 divided by 3.30 into 10⁻⁷. എത്ര കിട്ടും? KO2 is equal to 4.61 into 10⁻⁵. ഇതാണ് ആൻസർ. പിന്നെ നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ നോക്കാം. നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നൈട്രജൻ്റെ PN2 is equal to KH into KN2 അല്ലേ. പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6004 is equal to നൈട്രജൻ്റെ KH എത്രയായിരുന്നു? 6.51 into 10⁻⁷ mm into KN2 അല്ലേ. അപ്പോൾ KN2 will be equal to 6004 divided by 6.51 into 10⁻⁷ mm മെർക്കുറി. ഇവിടെയും മെർക്കുറി ഉണ്ട്, അത് ക്യാൻസലായിപ്പോയി. മോൾ ഫ്രാക്ഷൻ കിട്ടും നമുക്ക്. മോൾ ഫ്രാക്ഷൻ KN2 will be equal to, കാൽക്കുലേറ്റ് ചെയ്തോളൂ, 9.22 into 10⁻⁻5. ഇപ്പോൾ രണ്ടുപേരുടെയും മോൾ ഫ്രാക്ഷൻസ് കിട്ടി വാട്ടറിലുള്ളത്. KO2 കിട്ടിയത് 4.61 into 10⁻⁻5. ഇന്നത്തെ വീഡിയോയിൽ 3 പ്രോബ്ലംസേ ചെയ്തിട്ടുള്ളൂ. ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആയതുകൊണ്ടാണ് അതിലൊതുക്കിയത്. എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്ത് കാണിക്കുന്നുണ്ട്. ബാക്കി ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നാളെ ചെയ്യാം നമുക്ക്. അപ്പോൾ നാളെ കാണാം. താങ്ക് യു. Subscribe to this channel for real-time video updates.